ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു നോൺ വെജ് ആയിട്ടാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. കോക്കനട്ട് ചിക്കൻ റോസ്റ്റ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതൊരു മടുപ്പ് വരും. അപ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 സവോള ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യുക. ചെറിയതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക. അതും കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യുക. പിന്നെ 2 പച്ചമുളകൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ഇതുപോലെ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുക. നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് കടിക്കാനുള്ള ആ പരുവത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുക. പിന്നെ അതിൻ്റെ ഡബിളാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കേണ്ടത്. 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് പൊടിയാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിക്കുക, കംപ്ലീറ്റ് യോജിപ്പിക്കുക. വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർക്കരുത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ചിക്കനൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മളൊന്ന് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് ഓട്ടുരുളിയാണ്. ഓട്ടുരുളി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് നമ്മൾ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് കിട്ടും. അപ്പോൾ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. കരിഞ്ഞു പോവാണ്ട് സൂക്ഷിക്കുക. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടി പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കുക. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു റോസ്റ്റ് തന്നെയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ അടച്ചു വെച്ചിട്ടൊന്നും വേവിക്കേണ്ട കാര്യമില്ല. ഇത് ഇളക്കി തന്നെ വേവിച്ചെടുക്കുന്ന സമയത്ത് വെന്ത് കഴിഞ്ഞതാണ്. എന്നാലും ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇളക്കി തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ രുചി കിട്ടുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുക. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക. ഗരം മസാല ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.